ശബരിമലയിൽ തിരക്കേറുന്നു കേട്ടോ. മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ നീണ്ട ക്യൂ ഉണ്ട്. തിരക്ക് കണക്കിലെടുത്ത് സ്പോട്ട് ബുക്കിംഗ് 5000 നിജപ്പെടുത്തി. തിരക്ക് നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങളും ഇതിനോടൊപ്പം സ്വീകരിച്ച നടപടികളും ദേവസ്വം ബോർഡ് ഇന്ന് ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. സന്നിധാനത്ത് നിന്ന് രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമ്മളുള്ളത് വലിയ നടപ്പന്തലിന് സമീപമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മലകയറ്റം? 4 മണിക്ക് വന്നതാ രാവിലെ, പുലർച്ചെ 4 മണിക്ക്. ഇവരെ തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. താഴെയും തിരക്കാ, പമ്പേൻ്റെ അടുത്തും തിരക്കാണ്, ഇവിടെയും തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. കുടിവെള്ളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ? കുടിവെള്ളം കിട്ടുന്നുണ്ട്, കുടിവെള്ളം ബിസ്ക്കറ്റൊക്കെ കിട്ടുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര തിരക്കല്ലേ, തിരക്കായിരുന്നു. മഴ ഇല്ല, മഴയില്ലായിരുന്നു, ഇല്ല. എങ്ങനെയാണ് മലയേറ്റം? എങ്ങനെയുണ്ട്? മഴ ചെറുങ്ങനെ ഉള്ളൂ, നല്ല തിരക്കാണ്. 3:30 കയറിയതാണ് ഞങ്ങള്. ഭയങ്കര തിരക്കാ. ബാച്ചായി പിടിച്ചു വെക്കുന്നുണ്ടല്ലേ? ബാച്ചായി പിടിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആളെ വിടുന്നുള്ളൂ. എന്തായാലും ഭക്തരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പമ്പയിൽ നിന്ന് തന്നെ തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങുന്നുണ്ട്. അതിനുശേഷമാണ് പല ഘട്ടങ്ങളായി ഓരോ ബാച്ചായി തിരിച്ചാണ് സന്നിധാനത്തേക്ക് ഭക്തരെ അയക്കുന്നത്. കുടിവെള്ളം ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എന്തായാലും ഇന്ന് സ്പോട്ട് ബുക്കിംഗ് 5000 വെട്ടിക്കുറച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. പുതിയ ഭരണസമിതി വന്നതിന് ശേഷമുള്ള ദേവസ്വത്തിന്റെ ആദ്യ യോഗമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ ഉണ്ടായിരുന്നു മലകയറ്റം? എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങള് വെളുപ്പിന് 3 മണിക്ക് കയറി തുടങ്ങിയതാ, ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇന്ന് പറയാൻ പറ്റില്ല, കൊടുക്കുന്ന തിരക്ക്. ഇതൊക്കെ ഒരു മാനേജ്മെന്റ് കറക്റ്റായിട്ട് നോക്കുന്നത് ഞങ്ങൾക്ക് തോന്നുന്നില്ലേ. കാരണം ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനേക്കാൾ കൂടുതൽ തിരക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ആധുനിക കാലഘട്ടം എന്നിട്ട് ഇവർ കാണിക്കുന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് ഞങ്ങൾ അവിടെ സന്നിധാനത്തെത്തുമെന്ന് പറയാനോ ഞങ്ങൾക്ക് അഭിഷേകം ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല. 3 മണിക്ക് പമ്പയിൽ നിന്ന് തുടങ്ങിയത്. പമ്പയിൽ മുതൽ തിരക്കുണ്ടല്ലോ? പമ്പയിൽ തിരക്കുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അവിടെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്താണ് വിടുന്നത്. വലിയ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് ഭക്തരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും തിരക്ക് രാവിലെ മുതലേ അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെയാണ് സന്നിധാനത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ ഈ തീർത്ഥാടന കാലത്ത് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ രാവിലത്തെ സ്ഥിതി പരിഗണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്നലത്തെ കണക്കിനേക്കാളും ഇന്ന് ആ സംഖ്യ മറികടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.